ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് ശിഷ്യന്മാരോടായി യേശു കർത്താവ് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? പലർക്കും പല ഉത്തരമാണ് കൊടുക്കുവാൻ കഴിഞ്ഞത്. ആ ഉത്തരങ്ങളൊക്കെ അവരുടേതായിരിക്കുന്ന വീക്ഷണത്തിൽ നിന്ന് അവർക്ക് പറയുവാൻ, മനസ്സിലാക്കി പറയുവാൻ കഴിഞ്ഞു. എന്നാൽ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആർ എന്നാണ് പറയുന്നത്? ശിഷ്യന്മാർക്ക് ആർക്കും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവരിൽ ഒരുവനായിരിക്കുന്ന പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. യേശു അവനോട്, ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ആർക്കും ലഭിക്കാത്ത ഒരു വെളിപ്പാട് ക്രിസ്തുവിനെക്കുറിച്ച് ലഭിച്ചവനാണ് ശീമോൻ എന്ന പത്രോസ്. കർത്താവിന് അറിയേണ്ടത് ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നല്ല, എന്നോടുകൂടെ നടക്കുന്ന ശിഷ്യന്മാർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് അറിയുവാനാണ് കർത്താവിന് ആഗ്രഹം. ദൈവിക വെളിപ്പാട് പറഞ്ഞ ശീമോൻ പത്രോസിനെ 17-ാം അധ്യായത്തിൽ ആ വെളിപ്പാട് വ്യക്തമായി കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. മത്തായി വിശേഷം 17-ന്റെ 5-ാമത്തെ വാക്യത്തിൽ മറുരൂപമലയിൽ യാക്കോബ്, യോഹന്നാൻ, പത്രോസ് കർത്താവും കൂടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ മറുരൂപമലയിൽ വെച്ച് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഏലിയാവും മോശയും അവനോട് സംഭാഷിക്കുന്നതായി അവർ കാണുകയാണ്. അങ്ങനെ അവർ സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്ന് അവരെ മൂടിയിട്ട് ആ മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന ഒരു ശബ്ദം അവർക്ക് കേൾക്കുവാൻ കഴിയും. ക്രിസ്തുവിനെക്കുറിച്ച് അകത്ത് ലഭിച്ച വെളിപ്പാട് പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറുരൂപമലയിൽ വെച്ച് ദൈവം പത്രോസിന് വ്യക്തമായ വെളിപ്പാട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നവരായി നാം ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ് പറയുന്നവരാണെങ്കിൽ തീർച്ചയായും ഉറപ്പായും നിൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുന്നവനാണ്, വെളിപ്പെട്ടു വരുന്നവനുമാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവരായി, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചവരായി നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്താം. അഭിപ്രായമല്ല ആവശ്യം, ക്രിസ്തുവിൽ നിന്നുള്ള വെളിപ്പാടാണ് ഇന്നിൻ്റെ ആവശ്യം. ഗോഡ് ബ്ലെസ് യു.